ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്ട്രീറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ മോമോസ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇന്ന് നോക്കണത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യം 2 കപ്പ് മൈദ എടുക്കുവാണ്. ഇതുകൊണ്ട് നമുക്കൊരു 20-25 മോമോസ് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അല്പം വെജിറ്റബിൾ ഓയിൽ കയ്യിലെടുത്തിട്ട് ഞാൻ അതും ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്കപ്പോൾ ഒരു നനഞ്ഞ തുണി വെച്ച് അതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വെച്ചേക്കാം. സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കണത്. ഞാനത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കണേന്. ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടി പകുതി നാരങ്ങയും കൂടി ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗാർലിക്, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ, ഇടത്തരം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു അത്യാവശ്യം വലിയ ഉരുളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. മൈദ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാവുന്നുള്ളൂ. വളരെ തിന്നായിട്ട് പരത്താൻ ശ്രമിക്കണേ. ഇപ്പോൾ ഞാൻ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുവാണ്. സ്റ്റീൽ പാത്രം ഉള്ളവർ അതെടുത്താൽ മതി. ഈ ഒരു അളവിൽ എൻ്റെ അടുത്ത് സ്റ്റീൽ പാത്രം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിലൊന്ന് ഫില്ലിങ് വെച്ചാൽ മതി. കടയിൽ കിട്ടുന്ന അതേ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് മടക്കിയെടുത്താൽ മതി. ഇനി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയും കൂടി അതേപോലെ മടക്കി കൊടുക്കാം. അങ്ങനെ നിർബന്ധമില്ലാത്തവർക്ക് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊന്ന് മടക്കി എടുത്ത് ഇതേപോലെ ചെയ്താൽ മതി. അങ്ങനെ ബാക്കിയും കൂടി ചെയ്ത് വയ്ക്കാം. ഇപ്പം ഞാനെല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വേവാനുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നല്ലോണം ഇത് വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടെ തന്നെ ടൊമാറ്റോ ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ മയോണൈസിൻ്റെ കൂടെ സെർവ് ചെയ്തെടുക്കുക. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.